നമസ്കാരം, വെൽക്കം ടു മിനീസ് മിനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. രസപ്പൊടി തയ്യാറാക്കി നമുക്കെങ്ങനെ രസം ഉണ്ടാക്കുന്നത് നോക്കാം. 4 ടൈപ്പ് രസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. തക്കാളി സാധാരണ നമ്മളാക്കുന്ന പോലെ തക്കാളി രസം, പിന്നെ കുരുമുളക് രസം, പിന്നെ നമുക്ക് പരിപ്പ് ചേർത്തിട്ടുള്ള രസം, പിന്നെ ചെമ്പരത്തി പൂവ് കൊണ്ടുള്ള രസമാണ് ഉണ്ടാക്കുന്നത്. ഈ 4 രസത്തിനും നമുക്കൊരു രസപ്പൊടി മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യം രസപ്പൊടി ഉണ്ടാക്കി രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് രസപ്പൊടി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുരുമുളക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഏതാണ്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സാമ്പാർ പരിപ്പ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക് 8 വറ്റൽമുളക്. ഞാനിതിലേക്ക് കാശ്മീരി വറ്റൽമുളകും സാദാ വറ്റൽമുളകുമാണ് എടുത്തത്. അതാ 8 വറ്റൽമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികമൊന്നും ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂൺ ഉലുവ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ 1 പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായം കട്ട ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കായപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതൊക്കെ നന്നായി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. ജീരകം 1 ടേബിൾ സ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ജീരകം ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതെല്ലാം ഒരുപോലെ നല്ലപോലെ മൂത്ത് നല്ല പൊടിക്കാനുള്ള പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. രസപ്പൊടി റെഡി ആയിട്ടുണ്ട്. നല്ല നൈസ് ആയിട്ടുണ്ട് പൊടി, നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കടയിൽ നിന്നും വാങ്ങാതെ ഇതുപോലെ തന്നെ രസപ്പൊടി ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതുപോലെ ആക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലാക്കി വെക്കാമല്ലോ. നമുക്ക് ഈ ഒരു പൊടി എന്ന് വെച്ചാൽ നമുക്കൊരു 5-6 പ്രാവശ്യം രസം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ രസപ്പൊടി ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ നോർമലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു രസമാണ് തക്കാളി കൊണ്ടുള്ള രസം. അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കടുകാണ്. കടുക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനെ ഒന്ന് വഴറ്റുക. തക്കാളിയൊക്കെ എടുത്ത് വേവിച്ച് എടുക്കുമ്പോഴും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു ടേസ്റ്റാണ് ഈ തക്കാളി രസത്തിൽ ഏറ്റവും നല്ലൊരു ഇതാണ്. തക്കാളി രസത്തിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ഇതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 2 തക്കാളി മുറിച്ചതാണ്. 2 തക്കാളി മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഏതാണ്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് രസപ്പൊടി നമ്മൾ പൊടിച്ചു വെച്ച രസപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിതിവിടെ 5 പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർത്തത്. അതിൽ കൂടുതലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കായപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏതാണ്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ്. ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിനി ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനൊന്ന് ഇളക്കാം. അപ്പം നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഏതാണ്ട് പാകമായി എന്ന് തോന്നുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒരു ചെറിയ പീസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് തണ്ടോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് രസം എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് കുരുമുളക് രസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുരുമുളക് രസം എപ്പോഴും നമുക്ക് സൂപ്പിന് തുല്യമാണ്. നമ്മൾ വിദേശത്തുള്ളവരൊക്കെ സൂപ്പാക്കി കഴിക്കുന്നുണ്ടല്ലോ, നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സൂപ്പ് തന്നെയാണ് ഈ കുരുമുളക് രസം എന്ന് പറയുന്നത്. അതായത് നമുക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി കുടിക്കുന്നത് കുരുമുളക് രസമായിരിക്കും. അപ്പോൾ നമുക്ക് കുരുമുളക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് കുറച്ച് വെള്ളം, ഏതാണ്ട് ഒരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മല്ലിയില തണ്ടോട് കൂടിയുള്ള മല്ലിയില ഒന്ന് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളകും വെളുത്തുള്ളിയാണ്. അപ്പോൾ കുരുമുളക് ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഈ കുരുമുളക് രസത്തിൻ്റെ രസം എന്ന് പറയുന്നത്. നമ്മൾ രസമാക്കുമ്പോൾ രസമാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെയാണ്. പക്ഷേ അത് ചേർക്കേണ്ട രീതിയിൽ ചേർക്കുമ്പോൾ മാത്രമേ ഓരോ രസം, ഇപ്പോൾ കുരുമുളക് രസമായാലും പരിപ്പ് രസമായാലും എന്ത് രസമായാലും ചെമ്പരത്തി രസമായാലും നമ്മൾ ചേർക്കേണ്ട രീതിയിൽ ആ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ മാത്രമേ ഈ രസം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കുരുമുളക് രസത്തിന് കുരുമുളകും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച് തന്നെ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് കുരുമുളക്, ചതച്ച കുരുമുളകാണ്. ചതച്ച കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി അതുപോലെ തന്നെ ചതച്ചതാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെസപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് വാങ്ങാൻ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം. പിന്നെ അടുത്തതായി നമുക്കിതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് മുറിച്ചതാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്കിത് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് രസം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. പോകുന്ന വഴി മൊത്തം അറിയുന്നുണ്ട് ആ കുരുമുളകിൻ്റെ ആ എരിവും വെളുത്തുള്ളിയും കൂടി നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് പരിപ്പ് ചേർത്തിട്ടുള്ള രസം എങ്ങനെ തയ്യാറാക്കണം നോക്കാം. നേരത്തെ ചെയ്തതിൽ പോലെ തന്നെയാണ്. നമുക്ക് ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ആവശ്യത്തിനൊരു 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾക്ക് 2 തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു പച്ചമുളക് മുറിച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനൊന്ന് തിളപ്പിക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ തിളച്ച് തക്കാളി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പാണ്. നമുക്ക് കുറച്ച് പരിപ്പ് മതിയാകും. ഒരു 5 ആൾക്കുള്ള രസം ആക്കുന്നുണ്ട് വളരെ കുറച്ച് പരിപ്പ് മതിയാകും. നമ്മൾ തലേന്ന് സാമ്പാറൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പരിപ്പെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ ആ പരിപ്പെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ പരിപ്പ് ചേർക്കുമ്പോൾ തരിയൊന്നും പാടില്ല. നമുക്കൊന്ന് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കാൻ പരിപ്പ് വേവിച്ച് മിക്സിയിൽ അടിച്ച് തരിയില്ലാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പരിപ്പ് വേവിച്ചതും ചേർത്ത് ഇതെല്ലാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ രസപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലവണ്ണം തിളക്കുമ്പോൾ വാങ്ങി വയ്ക്കാം. വറുത്തിടാം. അപ്പോൾ ഇതിപ്പോൾ ഡാള് നമ്മുടെ പരിപ്പ് രസമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് നെയ്യാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പക്ഷെ പരിപ്പ് ആയതുകൊണ്ട് നെയ്യിൽ വറുത്തിടുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിൽ വറുക്കുന്നതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നല്ലൊരു മൂപ്പാകുമ്പോൾ നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യും ജീരകവും കൂടെ ചേർത്തത് പരിപ്പ് രസമായതുകൊണ്ട് അസിഡിറ്റി അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ജീരകവും കൂടെ ചേർത്തത്. അപ്പോൾ നമ്മുടെ പരിപ്പ് ചേർത്ത രസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമുക്ക് ചെമ്പരത്തി പൂവ് രസം എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവും ഈ ചെമ്പരത്തി ഉണ്ടാകും. അല്ലെങ്കിൽ ഇത് നാടൻ ചെമ്പരത്തിയാണ്. അപ്പോൾ ഈ ചെമ്പരത്തി അതുകൂടാതെ തന്നെ ഈ എതള് കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഒരു ചെമ്പരത്തി ഉണ്ട്. അതാണ് ശരിക്കുള്ള നാടൻ ചെമ്പരത്തി, ലൈറ്റ് റോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ചെമ്പരത്തി രസത്തിന് അതും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ പണ്ട് ചെമ്പരത്തിയുടെ ഇല നമുക്ക് ഷാമ്പൂവിന് പകരം നമ്മൾ താളിയാക്കി തലയിൽ തേക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെമ്പരത്തി പൂവ് എണ്ണയിൽ കാച്ചി എണ്ണയാക്കി തലയിൽ തേക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെടിയാണ് ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ പൂവും. ഈ ചെമ്പരത്തി പൂവ് കൊണ്ട് വിദേശത്തുള്ളവർ ചായ ആക്കി കുടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൂവ് കൊണ്ട് എങ്ങനെ രസം ഉണ്ടാക്കുന്നു നോക്കാം. ചെമ്പരത്തി നമുക്ക് ഈ ചെമ്പരത്തിയുടെ ഇതളുകളെല്ലാം മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ തണ്ട് നമുക്ക് കളയാം. ഇങ്ങനെ എല്ലാ ചെമ്പരത്തിയും ഏതാണ്ട് ഒരു 8 ചെമ്പരത്തിയോളം വരും ഇത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ച് രസം എങ്ങനെ തയ്യാറാക്കുന്നു. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് ചേർത്ത് നല്ലപോലെ ഇതിനെ തിളപ്പിക്കാം.
ഇത് നല്ലപോലെ ഇതൊന്ന് മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് രസപ്പൊടിയാണ്. രസപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാം. ചെമ്പരത്തിപ്പൂ ഇട്ട് ഒന്ന് തിളച്ച ഉടനെ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിപ്പൂവ് വീട്ടിലുണ്ടെങ്കിൽ അത് വെറുതെ കളയണ്ട, നമുക്കിങ്ങനെ രസമാക്കാം, ചായയാക്കാം. ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 മിനിറ്റ് തിളച്ചാൽ മതി. ആ സമയം നമുക്കിതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് വാങ്ങി വയ്ക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ രസം കുടിക്കുന്നത് കുറച്ച് രസം, ഒരു ഗ്ലാസ്സിൽ കുറച്ച് രസം ഒഴിച്ച് കുറച്ച് മോരും കൂടി ഒഴിച്ച് കലക്കി കുടിക്കാനുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കടുക് 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ്. ജീരകം 1/2 ടീസ്പൂൺ. പിന്നെ വറ്റൽ മുളകാണ്, അതൊന്ന് മുറിച്ചതാണ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ് കായപ്പൊടി. കായപ്പൊടി 1/2 ടീസ്പൂൺ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് രസവും തയ്യാറായി. നമ്മളിതിലേക്ക് ചെമ്പരത്തിയും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു റെഡിഷ് കളർ ഈ രസത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആ റെഡിഷ് കളർ മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഈ രസത്തിൽ ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മല്ലിയിലൊന്നും ചേർക്കാതെ സാധാ രസമാക്കി എടുത്തത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ചെയ്യണം നിങ്ങൾ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഈ രസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.